ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എംബ്രോയ്ഡറി ആണ്, ത്രെഡ് എംബ്രോയ്ഡറി ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ നെക്കിലൊരു വര വരച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചെസ്റ്റിൽ, അതായത് നെക്കിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് താഴത്തേക്ക് എംബ്രോയ്ഡറി വരില്ലേ, അങ്ങനൊരു എംബ്രോയ്ഡറി ആണ് ഇന്നത്തെ പാറ്റേൺ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആഷ് കളറിലെ ലൈറ്റ് ആഷ് കളറിലെ ത്രെഡാണ് ചൂസ് ചെയ്തേക്കുന്നത്. അത് ഗ്രീനും ഗ്രീനും പോട്ടെ, പിങ്കും ആഷും നല്ലൊരു കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ചെയിൻ സ്റ്റിച്ചിൻ്റെ വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു രീതിയിൽ അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് സൂചി ഇതേപോലെ കോർത്തെടുക്കുക. എന്നിട്ട് അതിന് മേളിൽ കൂടെ നൂല് ചുറ്റി വലിച്ചെടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ ആണ്. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മൾ മുമ്പ് ലേസ് ഡിസൈൻ ചെയ്യുന്ന പഠിച്ചിട്ടില്ലേ, ആ ഒരു രീതിയിലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷേ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെയാണ് അടുത്ത സൂചി കുത്തേണ്ടത്. ഉള്ളിൽ കൂടെ കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ചുറ്റുക. എന്നിട്ട് ഇതേപോലെ മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നൂലിന് ലെങ്ത് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ചെയിൻ്റെ ആ ഒരു സ്റ്റിച്ച് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അത് തിരിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഗ്യാപ്പ് എപ്പോഴും ഒരേ രീതിയിലാവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല നീറ്റായിട്ടായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു രണ്ട് സൈഡിലും നമ്മൾ ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, ആ രണ്ട് സൈഡിലും നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, അപ്പോൾ ഇതേ ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ചെയിൻ സ്റ്റിച്ച് എന്താണ്. അതാണ് ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള രണ്ട് സൈഡിലെ ആ ഒരു ലുക്ക് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ വൈറ്റ് ത്രെഡ് ചൂസ് ചെയ്യുന്ന വിചാരിച്ചത്, പക്ഷേ വൈറ്റ് ത്രെഡ് കിട്ടിയില്ല കേട്ടോ. അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ത്രെഡ് ഈ ഒരു ആഷ് ഷെയ്ഡായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ ആഷ് ഷെയ്ഡ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതേ ചെയിൻ സ്റ്റിച്ച് ഇത്ര ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു. നമുക്കിതുപോലെ രണ്ട് സൈഡും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഈ രണ്ട് സൈഡിലും ചെയിൻ സ്റ്റിച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകാണ്ട് ഇപ്പോൾ രണ്ടാമത് വീഡിയോയിൽ കളർ ചേഞ്ച് കണ്ടേക്കുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ലീഫാണ്. ലീഫിൽ ഞാൻ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ ഒരു ലീഫ് ഞാൻ ഫുള്ള് ചെയ്ത് കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണ പോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. അതായത് ഇത് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലീഫിൻ്റെ കോർണർ, ആ ഒരു കൂർത്തിരിക്കുന്ന പോർഷനിൽ ലീഫ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പോർഷൻ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമതൊന്നും കൂടി ഇത് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒന്നും കൂടി അത് ചെയിൻ സ്റ്റിച്ച് മനസ്സിലാകാത്തവർക്ക് ഒന്നും കൂടി മനസ്സിലാവുമല്ലോ ഒന്നും കൂടി ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോ, എന്താണെങ്കിലും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതേ ഞാൻ ഈ ഒരു രീതിയിൽ കോർണർ പോർഷൻ വരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വലിച്ചെടുത്തതിന് ശേഷം അടിയിലേക്ക് കുത്തിയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അത് അതിനിടയിലൊന്ന് സൂചിയല്ല നൂലൊന്ന് കയറി ഇറങ്ങി വന്നോട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നൂല് കയറി ഇറങ്ങി വരാതെ. ഓക്കെ, അപ്പോൾ ലെങ്ത് ഇച്ചിരി കൂടിയിട്ടുണ്ട്, അതാണ് കേട്ടോ നൂല് അങ്ങനെ ആയിപ്പോയേ. അപ്പോൾ ലെങ്ത് കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു രീതിയിൽ അടിയിലേക്ക് നമ്മൾ കുത്തി ഇറക്കി, എന്നിട്ട് കുത്തി ഇറക്കിയ ആ പോർഷനിൽ നിന്ന് കുറച്ചിങ്ങനെ ഫ്രണ്ടിലേക്ക് കയറ്റി അല്ലെങ്കിൽ ബാക്കിലേക്ക് ഇറക്കിയോ ഒന്ന് കുത്തിയെടുക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുത്തിയെടുത്ത് തന്നെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിനിഷിങ്, അതായത് ആ ഒരു ലീഫിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. നമ്മൾ കുത്തി ഇറക്കി കൊടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, ആ ഒരു ഭംഗിയുണ്ടല്ലോ, ആ ഒരു ഭംഗിയും വരില്ല ചെയ്യാൻ വേണ്ടി. ആ കോർണർ പോർഷൻ പ്രോപ്പറായിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ബാക്കി നമ്മൾ ആ കോർണർ പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. അതായത് ലീഫിൻ്റെ എൻഡ് പോർഷൻ വരുമ്പോൾ അടിയിലേക്ക് കുത്തി ഇറക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നീക്കുക അല്ലെങ്കിൽ ബാക്കിലേക്ക് നീക്കുക. അതായത് ആ കറക്റ്റ് ആ ഒരു ഫ്രണ്ടിലേക്ക് നീക്കി എടുക്കണേ ആയിരിക്കും നല്ലത്. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിലോട് തന്നെ ആ കോർണർ പോർഷൻ കിട്ടും. ഞാനിപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് നീക്കി എടുത്തേക്കുന്നത്. മനസ്സിലാകാത്തൊരു ഒന്നും കൂടി ഒന്ന് ബാക്ക് അടിച്ചൊന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടി കണ്ടു നോക്കുക കേട്ടോ, പോർഷൻ ക്ലിയർ ആയില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് ഇതുപോലെ ഫുള്ള് ഈ ഒരു ലീഫ് ഫുള്ള് ഒരു ലീഫാട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ലീഫിൻ്റെ ബാക്കി ഫുള്ള് ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്തിങ്ങനെ
എടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഈ ലീഫിൻ്റെ ഇടയിൽ ഓരോ ലൈൻസും കൂടെ വരച്ച ഓരോ ലീഫിനും സെൻറ്ററിൽ ലൈനില്ലേ, ആ ലൈനും ഇതേപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ചെയിൻ സ്റ്റിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യം ചെയിൻ സ്റ്റിച്ച് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഉള്ള വീഡിയോ ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നാലാണ് നമുക്ക് കൂടുതലും നല്ല രീതിയിൽ നല്ല ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ സ്വന്തം ഡ്രസ്സിലാണെങ്കിലും വേറെ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക. ഏതായാലും ഇതും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു വരുമാനം കിട്ടും. അതുകൊണ്ടാണ് എനിക്ക് വരുമാനം കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് എന്തായാലും ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷോപ്പോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു അറിവായിരിക്കില്ലേ. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു ഡിസൈൻ ലീഫ് ഫുള്ള് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലീഫിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ, അതായത് ആ കൂർത്തിരിക്കുന്ന പോർഷൻ നല്ല പ്രോപ്പറായിട്ട് കിട്ടിയത് കണ്ടില്ലേ. ഓക്കെ, ആ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ എന്തായാലും ഈ ഒരു കോർണർ പോർഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ പോർഷനും, അതായത് ബാക്കി എല്ലാ ലീഫും അതേപോലെ തന്നെ ആ ലീഫ് പോലുള്ള സ്റ്റെം പോർഷനും എല്ലാം നമുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വരുന്ന ആ ഒരു ഫൈനൽ വരുന്ന ആ ലുക്ക് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിക്കോ. നമ്മളുടെ വീഡിയോയുടെ അതായത് ആ ലീഫ് ഫുള്ള് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നല്ല രസമില്ലേ ആ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട്? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഇതിൽ ഈ ഒരു ഡിസൈനാണ് കേട്ടോ. അതായത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ചെയ്യുന്നത്. നമ്മൾ വുവൻ സ്റ്റിച്ച് ചെയ്തില്ല, അല്ലെങ്കിൽ സ്പൈഡർ വെബ് എന്ന് പറഞ്ഞൊരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിലേക്ക് ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കുത്തിയെടുക്കുക. അത് നമ്മൾ അടിയിൽ നിന്ന് കുത്തിയെടുക്കണം, സെൻറ്റർ പോയിൻറ്റിലേക്ക് കുത്തിയെടുക്കണം, കുത്തി താഴത്തേക്ക് ഇറക്കണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവാവുന്ന ഒരു എംബ്രോയ്ഡറി ആണ് കേട്ടോ ഇത്. ഈ എംബ്രോയ്ഡറിയുടെ പേര് അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഐലറ്റ് ഹോളെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു എംബ്രോയ്ഡറിക്ക്. അല്ല വേറെ ഏതെങ്കിലും എംബ്രോയ്ഡറി ആണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു എംബ്രോയ്ഡറി നമുക്ക് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി താഴത്തെ കുറേ സ്റ്റാർ പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ളത് പറയാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഫുള്ള് ഫില്ല് ചെയ്തതിന് ബാക്കി ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുക. അതായത് ഒന്ന് കാണിച്ചു തരാം. അതായത് അടിയിൽ നിന്ന് നമ്മൾ കുത്തി ഇങ്ങനെ എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സൂചിയിൽ ഒരു 2 ചുറ്റിങ്ങനെ ചുറ്റുക, എന്നിട്ട് അടിയിലേക്ക് കുത്തി ഇറക്കുക. അപ്പോൾ കുത്തി ഇറക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ത്രെഡ് ഒരുപാട് വലിഞ്ഞിരിക്കാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിംഗ് നോട്ട് ഫ്ലവറിൻ്റെ ആ ഒരു ടോണായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം ഒരു റിംഗ് നോട്ട് ഫ്ലവറിൻ്റെ ആ ഒരു ടോണിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് നോട്ട് മാത്രം ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധിച്ചാൽ മതി. ലൂസായി പോയി കഴിഞ്ഞാൽ ഫ്രഞ്ച് നോട്ട് ആവില്ല, റിംഗ് നോട്ടിൻ്റെ ഷേപ്പായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ബാക്കി എല്ലായിടത്തും ഡോട്ടുകളിലൊക്കെ ഇട്ടേക്കുന്നിടത്തെല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ചെയ്ത് കഴിഞ്ഞുള്ള ബാക്കി ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണാം. കണ്ടോ, ഇതാണ് ഫൈനൽ വരുന്നത്. വളരെ സിമ്പിൾ എംബ്രോയ്ഡറി ആണ്, ഒരുപാട് പാടുപെട്ട പണിയൊന്നുമില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.